ഇരിക്കുക പോലും ചെയ്യാതെ സദാ നടന്നുകൊണ്ടിരിക്കുന്ന മക്കൾ. ആ മക്കൾക്ക് ഒരുമ്മ 26 വർഷമായി കാവലിരിക്കുന്നു. നീലേശ്വരം തൈക്കടപ്പുറത്താണ് ഈ ദയനീയ കാഴ്ചയുള്ളത്. അമ്മയെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന മക്കളും അവശ്യായ അമ്മയെ ദീർഘദൂര തീവണ്ടിയിൽ കയറ്റിവിട്ട് ഭാരമൊഴിവാക്കുന്നവരും ഒരു നിമിഷം ഇവിടെ ശ്രദ്ധിക്കുക. അമ്മ എന്താണെന്നും ആ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നും ഈ കാഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന വേദന 45 ഡെൽ യൂണിറ്റാണ്. നമുക്ക് ജന്മം നൽകാൻ പ്രസവ സമയത്ത് അമ്മമാർ അനുഭവിക്കുന്ന വേദന 57 ഡെൽ യൂണിറ്റും. അതായത് മനുഷ്യ ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയം ഒടിയുമ്പോഴുണ്ടാവുന്ന അത്രയും വേദന. മക്കളെ വളർത്താൻ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ നേർചിത്രങ്ങളിൽ ഒന്നാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഈ കാഴ്ച കണ്ട് നിങ്ങൾ കരയരുത്. കാരണം ഒരു കണ്ണുനീർ തുള്ളിക്ക് ഒരു ജീവൻ രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ഈ ഉമ്മയെ രക്ഷിക്കാൻ, അവരുടെ ജീവിതത്തിന് ഒരു സാന്ത്വനമാകാൻ ആവുന്നതെല്ലാം ചെയ്യുക. ഇത് മൈമൂനത്ത്, മന്ദബുദ്ധിയായ 2 പെൺമക്കൾക്ക് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച സ്ത്രീ. നീലേശ്വരം ദേശീയപാതയിൽ നിന്ന് തൈക്കടപ്പുറം വഴി സഞ്ചരിച്ചാൽ പള്ളിവളപ്പിൽ എന്ന ദിക്കിലെത്താം. അവിടെ തെങ്ങിൻ തോപ്പുകൾക്ക് നടുവിൽ 80 വർഷം പഴക്കമുള്ള പഴയൊരു വീട് കാണാം. അവിടെയാണ് മൈമൂനത്തും മക്കളും താമസിക്കുന്നത്. സങ്കടക്കാഴ്ച കണ്ട് പകച്ചു പോകുന്നതിന് മുമ്പ് മനസ്സ് പ്രാർത്ഥിച്ചത് ഈ മേൽക്കൂര ഞങ്ങളുടെ തലയിലേക്ക് തകർന്നു വീഴരുതേ എന്നായിരുന്നു. ഉള്ളിൽ ഭയം നിറയുമ്പോൾ ഉള്ളിൽ ആശ്ചര്യത്തിന്റെ 1000 ചോദ്യമുയർന്നു. ഈ വീട്ടിനുള്ളിൽ ഈ പാവങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? തൈക്കടപ്പുറം പള്ളിവളപ്പിലെ കരീമിനും മൈമൂനത്തിനും 4 മക്കളാണ്. അസുഖം മൂലം ജോലി ചെയ്യാൻ പറ്റാത്ത കരീം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മൂത്ത മകൾ ആയിഷയെ കെട്ടിച്ചയച്ചു. എന്നാൽ അധികം വൈകാതെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. അവളിപ്പോൾ ആ വീട്ടിനുള്ളിൽ വിധവയെ പോലെ ജീവിക്കുന്നു. യുവത്വത്തിൽ തന്നെ ദാമ്പത്യമില്ലാതായി പോയ മകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അതിൻ്റെ നേരെ ഇളയവളായ ആരിഫയും ആഷിഫയും സങ്കടക്കാഴ്ചയായി മൈമൂനത്തിൻ്റെ മറുവശത്തുള്ളത്. ആരിഫയും ആഷിഫയും ജന്മനാ മന്ദബുദ്ധികളാണ്. ഇരട്ടകളായി ഇവർക്ക് സ്വന്തമായി ഒന്നും ചെയ്യാനാവില്ല. 26 വയസ്സ് പ്രായമുള്ള ഇവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നതും പല്ല് തേച്ച് കൊടുക്കുന്നതുമെല്ലാം ഉമ്മയാണ്. ഉമ്മ ചോറുരുട്ടി വായിലിട്ടാൽ മാത്രം അവർ കഴിക്കും, അല്ലെങ്കിൽ ഒന്നും ചോദിക്കാതെ പട്ടിണി കിടക്കും. 26 വർഷമായി ഈ ഉമ്മ മറ്റൊന്നും ചെയ്യാനാവാതെ ഈ മക്കൾക്ക് കാവലിരിക്കുന്നു. രാത്രി ഒരു പോള കണ്ണടക്കാതെ ഇരുവരും വീട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നടത്തത്തോട് നടത്തമാണ്, ഒന്ന് ഇരിക്കുക പോലും ചെയ്യാത്ത നടത്തം. രാത്രി ഏറെ വൈകിയാണ് കിടക്കുന്നത്. 2 പേരെയും ഒന്നിച്ച് കിടത്താൻ കഴിയില്ല. അടുത്ത് കണ്ടാൽ 2 പേരും പരസ്പരം ഉപദ്രവിക്കും. വീട്ടിൽ സൗകര്യമില്ലാത്തതിനാൽ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഒരേ ദിക്കിൽ ഉമ്മ എടുത്തുകൊണ്ടുപോയി കിടത്തും. പിന്നെ കട്ടിലിനരികിൽ ആ ഉമ്മ ഉറങ്ങാതെ ഉറങ്ങി കാവലോടെ തലചായ്ക്കും. സദാസമയവും നടക്കുന്ന അവർ ഞങ്ങളുടെ ക്യാമറ കണ്ടപ്പോൾ നടത്തം നിർത്തി അപ്പുറത്ത് പോയിരുന്നു. രാത്രി വൈകി ഉറങ്ങുന്നതിനാൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഉണരില്ല. ഉച്ചയ്ക്ക് ഉണരുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുത്ത ശേഷം മാത്രം മൈമൂനത്ത് പ്രഭാത ഭക്ഷണം കഴിക്കും. എൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കാതെ എൻ്റെ തൊണ്ടയിലേക്ക് ഒന്നും ഇറങ്ങില്ലെന്ന് പറയുമ്പോൾ ആ കണ്ണുകൾ നിറയുന്നു. നാട്ടിലോ ബന്ധുവീട്ടിലോ എന്ത് ആഘോഷമുണ്ടായാലും അവിടെയൊന്നും മൈമൂനത്തിന് എത്താനാവില്ല. അവർ സദാസമയവും മക്കൾക്ക് കാവലാണ്. ആരിഫയും ആഷിഫയും പിറന്ന ശേഷം ഒരു കല്യാണം കൂടിയ ഓർമ്മ പോലും അവരുടെ മനസ്സിലില്ല. മണവാട്ടിയായി ചമഞ്ഞൊരുങ്ങേണ്ട പ്രായത്തിൽ ഉമ്മ എന്ന ഒരു വാക്ക് പോലും ഉച്ചരിക്കാനാവാതെ മക്കൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ അവരുടെ ചുണ്ടിലെ ഉമിനീര് തുളച്ചുകൊണ്ട് ആ ഉമ്മ പിന്നെയും വിതുമ്പുന്നു. എൻ്റെ മക്കൾക്ക് ജന്മനാല് പ്രസവിക്കുന്നതിന് മുന്നേ ഇല്ലതാന്ന്. പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പറഞ്ഞത് 2 അമ്മമാർ കൊണ്ടുനടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിന്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഇതുവരെ നോക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോള് ഭർത്താവില്ലാണ്ട് വീട്ടിലുണ്ട്. ഓളെ സഹായത്തോടെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു. എല്ലാവരും കൈകാര്യം ചെയ്യണം. നമ്മന്നെ കുളിപ്പിക്കണം, പല്ല് തേച്ച് കൊടുക്കണം. ഒരു ദിവസം ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുമൊന്നും ചോദിക്കൊന്നുമില്ല. അല്ല, നമ്മൾ ഭാര്യ കൊടുത്താൽ തിന്നും. പഴയ വീടാണ്, 80 കൊല്ലത്തെ പഴക്കമുള്ള വീട്. തറവാടാണ് ഉമ്മാൻ്റെ. ഇവരെ വിഷമം കൊണ്ട് ഉമ്മാൻ്റെ തറവാട് എനിക്ക് വിട്ടുതന്നതാണ്. ചികിത്സിക്കാത്ത സ്ഥലങ്ങളില്ല, പോവാത്ത ദിക്കുകളുമില്ല. എന്നിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു മാറ്റവുമില്ലെന്ന് ആ ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു. മക്കളുടെ ദുരവസ്ഥയ്ക്കൊപ്പം പൊളിഞ്ഞു വീഴാറായ ആ പഴയ തറവാട് വീടും അവരെ ആശങ്കപ്പെടുത്തുന്നു. പഞ്ചായത്ത് നൽകിയ 2 ലക്ഷം രൂപയിൽ പണി തുടങ്ങിയ പുതിയ വീട് പണം തീർന്നതോടെ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. പുതിയ വീട് ഗവൺമെൻറ്റിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. അങ്ങനെ 2 ലക്ഷം റുപ്യ ഗവൺമെൻറ്റും ഒക്കെ തന്നിന്. ബാക്കി 4 ലക്ഷം റുപ്യൻ്റെ കടമുണ്ട്. ബാങ്കിൽ കുറേ ആൾപ്പൊന്ന് പണയം വെച്ചിട്ട് ബാക്കി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ട് ഇതുവരെ. ഇക്കലും വർഷത്തിൽ ഈ വീട്ടിലിരിക്കാൻ കഴിയില്ല.
മക്കളുടെ ചികിത്സയ്ക്കായി വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ പലിശയ്ക്ക് മേലെ പലിശയായി കുന്നുകൂടി കിടക്കുന്നു. എൻ്റെ കാലം കഴിഞ്ഞു പോയാൽ ഇവരാര് നോക്കുമെന്ന മൈമൂനത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ആർക്കും ഒന്നും പറയാനാവുന്നില്ല. ക്യാമറമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം എബി കുട്ടിയാനും, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.